ലോങ് ടേം റിലേഷൻഷിപ്പിൽ ആർക്കും എക്സ്ട്രാ മാരിറ്റൽ അഫയറിന്റെ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മിക്ക കേസിലും റിലേഷൻഷിപ്പിന്റെ ഡയറക്ഷൻ ചേഞ്ച് ആകുന്ന അവസാനം വരെയും ഒരു വ്യക്തിക്ക് സ്വയം അറിയാൻ കഴിയണമെന്നില്ല. നിങ്ങൾക്ക് അതിനുള്ള സാധ്യത ഉണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടെസ്റ്റ് തരാം. 10 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഓരോ ചോദ്യത്തിന്റെ ഉത്തരം ഇല്ല എന്നാണ് ഉത്തരം എന്നുണ്ടെങ്കിൽ 0 പോയിന്റ് കൊടുക്കുക. വല്ലപ്പോഴും അങ്ങനെ തോന്നുന്നു എന്നാണെന്നുണ്ടെങ്കിൽ 1 പോയിന്റ്, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നാണെന്നുണ്ടെങ്കിൽ 2 പോയിന്റ്, മിക്കപ്പോഴും തോന്നാറുണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ 3 പോയിന്റ് കൊടുക്കുക. കിട്ടുന്ന പോയിന്റ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, പാർട്ട്ണറിനെ കാട്ടിലും മറ്റാരെങ്കിലും ആയിട്ട് ഇമോഷണലി ക്ലോസ് ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? 2, പാർട്ട്ണറിൽ നിന്ന് മറ്റുള്ളവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ മറച്ചു വെക്കാറുണ്ടോ? 3, പാർട്ട്ണർ അല്ലാതെ മറ്റ് വ്യക്തികൾ ആരെങ്കിലും എന്നെ കൂടുതൽ മനസ്സിലാക്കുന്നു, അവരോടൊപ്പം ചെലവഴിക്കുന്ന സമയം എനിക്ക് കൂടുതൽ സന്തോഷം കിട്ടുന്നു, ഇങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? 4, മൈൻഡ് നല്ല വീക്ക് ആയിട്ടിരിക്കുമ്പോൾ പാർട്ട്ണർ അല്ലാതെ മറ്റാരോടെങ്കിലും ഈ പ്രശ്നങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ടോ? 5, ഇപ്പൊ ഉള്ള പാർട്ട്ണർ എന്നെ മനസ്സിലാക്കാറില്ല, പരിഗണിക്കുന്നില്ല, എന്റെ എഫർട്സ് കാണുന്നില്ല, ഇങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? 6, മറ്റാരെങ്കിലുമായിട്ടുള്ള ഫണ്ണി മൊമെന്റ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഇന്ററാക്ഷൻ ഒക്കെ കഴിഞ്ഞ ശേഷം പാർട്ട്ണറുമായിട്ടുള്ള മൊമെന്റ്സ് ബോറിങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ സ്ട്രെസ്ഫുള്ളോ ആയിട്ടൊക്കെ തോന്നാറുണ്ടോ? 7, മറ്റുള്ളവരിൽ നിന്നുള്ള അറ്റൻഷൻ, അപ്രിസിയേഷൻ, കെയറിംഗ് ഒക്കെ കറണ്ട് പാർട്ട്ണർ നൽകുന്നതിനെക്കാട്ടിൽ ഹൈ ആണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? 8, മറ്റുള്ള ആരുടെയെങ്കിലും പാർട്ട്ണറുമായിട്ട് നിങ്ങളുടെ പാർട്ട്ണറിനെ കമ്പയർ ചെയ്ത് ചിന്തിക്കാറുണ്ടോ? 9, ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് ഇമോഷണലി ഓർ ഫിസിക്കലി ഒരിക്കലും ഓക്കെ ആകാൻ സാധ്യതയില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? 10, മറ്റൊരു വ്യക്തി നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് തുറന്നു പറഞ്ഞു, അത് വേറെ ആരും അറിയത്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആ ഇന്ററാക്ഷൻ കണ്ടിന്യൂ ചെയ്യാറുണ്ടോ? കിട്ടിയ സ്കോർ എല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുക. സ്കോർ 0 to 6 ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ അഫയറിന് നിലവിൽ വലിയ സാധ്യതയൊന്നും ഇല്ല. 7 മുതൽ 13 വരെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എക്സ്ട്രാ മാരിറ്റൽ അഫയറിനുള്ള സാധ്യത ഇപ്പൊ ഇല്ല, പ്രോബ്ലംസ് വഷളായാൽ ഉണ്ടായേക്കാം. 14നും 20നും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ സാധ്യതയുണ്ട്, എന്നാൽ നിങ്ങൾ അത് കോൺഷ്യസ്ലി ചെയ്യത്തില്ല, പറ്റിപ്പോയി എന്ന് പറയാൻ സാധ്യതയുള്ള കാറ്റഗറിയാണ്. 21നും 26നും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമയുടെ നെല്ലിപ്പലക കടന്നു നിൽക്കുവാണ്, സംഭവിക്കാനായിട്ട് നല്ല സാധ്യതയുണ്ട്. 27നും 30നും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ അവസരം കിട്ടിയാൽ സോഷ്യൽ ഫിയറും ഗിൽറ്റും ഒക്കെ മാറിക്കഴിഞ്ഞാൽ പാർട്ട്ണറെ കൺസിഡർ ചെയ്യാതെ ഉറപ്പായിട്ട് എക്സ്ട്രാ മാരിറ്റൽ അഫയറിലേക്ക് പോകാനായിട്ട് നല്ല സാധ്യതയുണ്ട്. ടെസ്റ്റിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിന്റെ ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ക്ലിക്ക് ചെയ്ത് നോക്കുക, ഡൗൺലോഡ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. ഇതിൽ ലാസ്റ്റ് 2 കാറ്റഗറി ആക്ച്വലി സെപ്പറേറ്റ് ആകേണ്ടവരാണ്. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടിട്ട് ഇങ്ങനെ കടിച്ചു തൂങ്ങി പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. കപ്പിൾ കൗൺസിലിംഗ് ഒക്കെ കറക്റ്റ് സമയത്ത് എടുക്കാത്തതിന്റെ പ്രോബ്ലം ആണ്. വൈകിട്ടില്ല എന്ന് തോന്നുന്നവർക്ക് ഇനിയും ചിന്തിക്കാവുന്നതാണ്.